വിഷം. നിനക്കെന്തൊരു പ്രാന്താടി? നീ എനിക്ക് വിഷം തരണം. എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. 1000 രൂപ. മനുഷ്യന്റെ വിഷം വാങ്ങാൻ പൈസ. ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ തോന്നിയത്? എന്റെ കട്ടകാല സമയത്ത്. കല്യാണത്തിന് മുമ്പ് എനിക്ക് എത്ര ആലോചനകൾ വന്നതാണെന്നറിയോ? ഒരു വക്കീൽ വന്ന്, ഡോക്ടർ വന്ന്, എഞ്ചിനീയർ വന്ന്. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആലോചന വന്നത്. എന്താ ആലോചന? നിന്നെ കൊന്നുകളയണോ അതോ കായലി താത്തണോ എന്നുള്ള ആലോചന. നീ അമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ല കേട്ടോ. എന്ത് അമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ല. അമ്മയോട് നിനക്കൊരു സ്നേഹമില്ലാന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പരാതി പറയണ്ടോ? ഞാൻ നിങ്ങളുടെ അമ്മയെ പൊന്നുമല്ല നോക്കുന്നത്. നന്നായിട്ട് ഞാൻ നിങ്ങളുടെ അമ്മയെ പെരുമാറുന്നുണ്ട്. നീ പെരുമാറുന്നുണ്ട്, അതാ അമ്മയോട് പറയുന്നു. എന്താ സംശയം? അടുത്ത ജന്മത്തിൽ എനിക്ക് എന്റെ സന്തോഷേട്ടാ മാത്രം മതി കെട്ടിയാനായിട്ട്. വേറെ ഒരാളെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല. എന്താണെന്നറിയാമോ? വേറൊരാള് വന്നാ പിന്നെയും 10-12 കൊല്ലം പോകുവേ. ഇതാകുമ്പോ ഓൾറെഡി 10 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ചെടുത്താണല്ലോ. മറ്റേതാകുമ്പോ ബുദ്ധിമുട്ടാകും. എന്റെ കൊല്ലങ്ങൾ വെറുതെ. നിങ്ങൾ അറിഞ്ഞാ നിങ്ങളുടെ കൂട്ടുകാരുടെ രമേശ് വെച്ച മീൻകറി കൂട്ടിട്ട് അവന്റെ ഭാര്യ മരിച്ചു? ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിളിച്ചോട്ടെ. ഞാൻ വിളിച്ചു ചോദിക്കാൻ എന്തൊരു സംഭവം ചോദിക്കും. മീൻകറി കുറച്ച് ബാക്കിണ്ടാ. പക്ഷേ ഞാനിപ്പോ വന്നേന്ന് വെച്ചാലേ എന്റെ ഭർത്താവ് 5 വർഷമായിട്ട് ഗൾഫിലാ. എനിക്ക് അങ്ങനെ കുട്ടികളും ഇല്ല. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അല്ല, ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ കുട്ടികളുണ്ടാവുന്ന ആരാ പറഞ്ഞു? അയ്യോ, അങ്ങനല്ല. എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ലിപ്സ്റ്റിക് തേച്ചു മിനുക്കി അത് കണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു. തുപ്പട് തുപ്പട് സീതാനെ തുപ്പട് 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 സീതാനെ തുപ്പട്. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ പോലെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ പറയായിരുന്നു. അത് കുഴപ്പമില്ലടി, നീ എന്നെ പോലെ നുണ പറഞ്ഞോ? നീ അമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ല കേട്ടോ. എന്ത് അമ്മയോടുള്ള പെരുമാറ്റം ശരി? അമ്മയോട് നിനക്കൊരു സ്നേഹമില്ലാന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പരാതി പറയണ്ടോ? ഞാൻ നിങ്ങളുടെ അമ്മയെ പൊന്നുമല്ല നോക്കുന്നത്. നന്നായിട്ട് ഞാൻ നിങ്ങളുടെ അമ്മയെ പെരുമാറുന്നുണ്ട്. നീ പെരുമാറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര കായലുകളുണ്ട്? 5. എത്ര കടലുണ്ട്? 2. എത്ര പുഴകളുണ്ട്? ഇഷ്ടമാതിരി ഉണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ പോയി അടിച്ചെന്നിച്ച് കുളിച്ചൂടാ വവ്വാളിനുണ്ടായവന്. എന്തൊരു എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താ? ഇല്ല. ഇജ്ജല്ലാതെ വേറെ ആരും എടുക്ക? എടുത്തിട്ടില്ല. കള്ളത്തരം മറക്കാനുള്ള എന്റെ അടവാണ് ഈ കരച്ചില്. ഇജ്ജ് പറഞ്ഞിട്ടെടുത്തോ? നാളെ ഞാൻ 150 ഉറുപ്പിക എടുക്കൂട്ടാ. അല്ല, അപ്പൊ ഇന്ന് എത്ര എടുത്ത്? 100 ഉറുപ്പിക. കുറച്ചോനെ ബിളിനെ കൊണ്ട് ലോൺ എടുപ്പിക്കോ? ഞാൻ കപ്പ് കഴിച്ച കാര്യം അന്ന് എങ്ങനെ അറിഞ്ഞല്ല? ഇന്നലെ നിന്റെ പെണ്ണുമ്പിള്ള വലിയൊരു കപ്പ തൊലി വിളിച്ച് കയ്യിൽ വെച്ചേക്കണത് ഞാൻ കണ്ടതല്ലേ? എന്റെ അല്ല, അത് കപ്പ തൊലി വിളിച്ച് കൈ വെച്ചിരിക്കണല്ല. അവള് താഴത്ത് വീണ് കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കണല്ലേ. അല്ലടി, എന്റെ കൂട്ടുകാരി ഫസീല നല്ല ചോക്ലേറ്റിന്റെ കളറാണ്, കേക്കിന്റെ കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ജിന്നി പെണ്ണാണോ വിട്ടത്? അതെ, അതിനെന്താ? എന്നിട്ട് ഓള് നല്ല കറുപ്പാണല്ലോ. ബ്ലാക്ക് ഫോറസ്റ്റ് എന്താ കേക്കല്ലേ? അടുത്തത്, താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ്. പിന്താസോ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാപ്പാ 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 പാപ്പാ. ഞാൻ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു പാപ്പാ. മാപ്പച്ചെന്ന് കേക്കട്ടെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ. ഇംഗ്ലീഷ്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ വെച്ച കണ്ട പരിചയം. മോളെ കഴിക്കാൻ എന്തോളേ? ചപ്പാത്തി, പൊറോട്ട, പൂരി, പുട്ട്, പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മറന്നുപോയി. ചേട്ടൻ വേണ്ടേ? എന്നാ 8 ചപ്പാത്തി പാർസൽ വേണം. കറി എന്നിട്ടാ വേണ്ടേ? മുട്ടക്കറി ഉണ്ട്, ഉരുളക്കറി കറി ഉണ്ട്. എന്നാ മുട്ടക്കറി എടുത്തോ. ചേച്ചി 8 ചപ്പാത്തി 8 മുട്ടക്കറി പാഴ്സൽ. ഓക്കേ. മോളെ 8 മുട്ടക്കറി വേണ്ട, പിന്നെ മുട്ടക്കറി ഒന്ന് മതി. അയ്യേ, 8 ചപ്പാത്തിക്ക് 1 മുട്ടക്കറിയാ? ഇത് എങ്ങനെയാ? കറിയില്ലാണ്ട് കുടുങ്ങി ചത്തൂട്ട ചേട്ടാ. അതൊന്നും കുഴപ്പമില്ല. മോളൊരു കാര്യം ചെയ്യ്, 1 മുട്ടക്കറിയും കുറച്ച് ഗ്രേവിയും കൂടുതൽ വെച്ചോ. ഞങ്ങൾക്ക് 4 പേര് കഴിക്കാവളാ.